അസ്സലാമു സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലൈസ് ചിക്കൻ ആണ്. നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ്, കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ലൈസ് ചിക്കൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ലൈസ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ചിക്കനാണ്. 400 ഗ്രാം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലിതുപോലെ കത്തി കൊണ്ട് ഞാൻ ഇതുപോലെ ഹോളാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോളാക്കി കൊടുക്കാം. എന്നാലാണ് നമുക്ക് ശരിക്ക് ഇതിൽ മസാലയൊക്കെ പിടിക്കുള്ളൂ. നല്ലതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ബൗളിലേക്ക് മാറ്റാം. ശരിക്കും നല്ലതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ലേൻ ഇട്ടാലും കുഴപ്പമില്ല. ഏറ്റവും ബെറ്റർ ഇതുപോലെ കത്തി കൊണ്ട് ഹോൾ ഇടുന്നതാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് ഇട്ടാൽ മതി. ഞാൻ എന്തായാലും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഹാഫ് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ വെച്ചാൽ മതി. ഇതിലേക്ക് ഹാഫ് ചെറുനാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് പിടിച്ചു കിട്ടും. പൊടികളും മസാലയും നന്നായി പിടിച്ചു കിട്ടും. കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ നല്ലപോലെ മസാല പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഓൾറെഡി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 3 എഗ്ഗ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 3 എഗ്ഗ് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ. അപ്പോൾ ചിക്കൻ റെഡിയാണ്, അതുപോലെ തന്നെ എഗ്ഗ് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇന്ന് ലൈസാണ് മെയിൻ. നമ്മുടെ സംഭവം ലൈസാണ്. ലൈസ് നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ പൊടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈസ് എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ ചിക്കൻ ഇതുപോലെ എടുത്തിട്ട് ഈ എഗ്ഗിലൊന്ന് മുക്കുക. എഗ്ഗിൻ്റെ ശരിക്കും ഇതുപോലെ പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഈ ലൈസിലേക്ക് ഇട്ടിട്ട് ലൈസ് കൂടി പിടിപ്പിക്കുക. വല്ലാതെ പൗഡർ ആക്കി എടുക്കരുത്. ഇതേപോലെ മതി. കാണാനും ഭംഗിയുണ്ടാവും, തിന്നാനും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ലൈസ് ഇറക്കിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ചിക്കൻ കംപ്ലീറ്റ് ഇതുപോലെ എഗ്ഗിൽ മുക്കുക. ഇതുപോലെ ലൈസിൽ കറക്റ്റ് ലൈസ് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. നല്ലതുപോലെ ശരിക്കും പിടിക്കണം കേട്ടോ. ലൈസ് എല്ലായിടത്തും പിടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ഇട്ടുക. അപ്പോൾ ചിക്കൻ നമ്മൾ കംപ്ലീറ്റ് ലൈസൊക്കെ പിടിപ്പിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ എഗ്ഗ് മുക്കിയിട്ട് നേരെ അതിലേക്ക് ലൈസ് മുക്കുകയാണ് ചെയ്തത്, ലൈസ് പിടിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യുക. കോൺഫ്ലോർ കൂടി മുക്കിയിട്ട് നിങ്ങൾക്ക് എഗ്ഗിൽ മുക്കി ഇതുപോലെ ലൈസ് പിടിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടി പിടിച്ച് കിട്ടും. പക്ഷേ നമുക്ക് ആ ഒരു ടേസ്റ്റ് അതിനകത്ത് വരും. അത് മൈദമാവിൻ്റെ ആയാലും അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ആയാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് എഗ്ഗിൽ മുക്കിയിട്ട് അതിൽ ലൈസ് പിടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിയോ അല്ലെങ്കിൽ ഫ്രൈ പാൻ എന്താണ് യൂസ് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കടായിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യമായ മുക്കി പൊരിച്ചെടുക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ചിക്കന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 പീസ് ചിക്കനാണ് ഇട്ടിട്ടുള്ളത്. അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അധികം മുങ്ങുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സൈഡ് മറച്ചിട്ട് ഉപയോഗിക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അധികം കരിഞ്ഞു പോകുന്ന രീതിയിലാവരുത്, നോക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം, അധികം കരിയാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കരിയാതിരിക്കാനാണ്. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് സാധനമാണ്. വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതുപോലെ കെച്ചപ്പൊക്കെ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.